ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ എറണാകുളം ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 4:30 ഇറങ്ങി. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറയും. ഏട്ടാ ഈ പാട്ട് ഏതാന്ന് പറഞ്ഞാൽ ഞാൻ 100 രൂപ തരും. പറ ഏത് പാട്ട്? തുടങ്ങുന്നതിന് പിന്നെ പറയാം. പാട്ട് വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. യേശുദാസ് പാടിയ പാട്ടാണ്. ഒന്ന് പാടുന്നേ. സൗണ്ട് നേരത്തെ കൊച്ചിയിൽ ഞങ്ങളുടെ കസിൻ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ വല്യച്ഛൻ്റെ വീടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് സ്റ്റേ. അപ്പോൾ ആദ്യം നമ്മൾ പോയത് വൈക്കത്ത് അമ്പലത്തിലാണ്. പിന്നെ അവിടുന്ന് തൊഴുതു. പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ കസിൻ്റെ വീട്ടിലെത്തി. കസിൻ്റെ വീട്ടിലെത്തിയതിൻ്റെ ആഘോഷമാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും ചേർന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി. അവിടെ നല്ല മഴയും നല്ല തിരക്കായിരുന്നു. എന്നാലും എങ്ങനെയെല്ലാം കൂടി തൊഴുത് അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ പോയത് പൂർണ്ണത്രേശി അമ്പലത്തിലായിരുന്നു. നല്ലൊരു അമ്പലമായിരുന്നു. അത് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ നമ്മൾ ഫോറം മോളിൽ പോയി. ഫോറം മോളിൻ്റെ പാർക്കിംഗ് ആയിരുന്നു ഏറ്റവും കോമഡി. അതവിടെ പോയവർക്ക് അറിയുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ആ സൈഡിലേക്ക് ട്രാവൽ ചെയ്തു. പിന്നെ ഞങ്ങൾ ബിഗ് ബി ഹൗസിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ ജയസൂര്യൻ വിനായകനിലെ സിനിമ ഷൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല കോമഡി ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫോർട്ട് കൊച്ചിയെല്ലാം കണ്ട് അതിന് ശേഷം മട്ടാഞ്ചേരി ജൂതപ്പള്ളീൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. വിചാരിച്ച പോലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ പോയത് മറൈൻ ഡ്രൈവാണ്. പിന്നെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി എത്തി. അവിടെ നല്ല രസമായിരുന്നു. വ്ളോഗിൽ വോയിസ് കൊടുക്കണം, നല്ല രസമുണ്ടല്ലേ വോയിസ്. എനിക്കെൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റും. ഹായ് പറയട്ടാ. അങ്ങനെ മറൈൻ ഡ്രൈവെല്ലാം ചുറ്റിക്കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി ഫുഡ് കഴിച്ചു. അവരെല്ലാം നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി തന്നു. അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ പോയത് ഏറ്റുമാനൂർ അമ്പലത്തിലായിരുന്നു. നല്ലൊരു അമ്പലമായിരുന്നു. നമ്മൾ റിട്ടേൺ കാറിൽ വന്നു. എങ്ങനെയുണ്ടായിരുന്നു ഏട്ടാ എറണാകുളം ട്രിപ്പ്? റിവ്യൂ പറ. എറണാകുളം ട്രിപ്പ് ഗംഭീരായിട്ടില്ലേ? 2 ദിവസം കണ്ടു എറണാകുളം ട്രിപ്പ്. ജയസൂര്യനെ കണ്ടിട്ട് നമ്മള് ജയസൂര്യനെ വിനായകനെല്ലാം കണ്ടില്ലേ? പ്രധാനപ്പെട്ട ഒരു വിഷയം അത്. കാരണം പഴയ കാലത്തെ കാഴ്ചകളും പുതിയ കാലത്തെ കാഴ്ചകളും സംയോജിപ്പിച്ച് സിനിമ, പഴയ കാലത്തുള്ള പിന്നെ പനയോല, ബ്ലാക്ക് അതൊക്കെ സംയോജിപ്പിച്ച് പുതിയ ചിത്രം. സിനിമ വരുമ്പോഴേ അറിയില്ല, നമ്മൾ ഫീൽഡ് ഔട്ടായി. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു എറണാകുളം ട്രിപ്പ്. പ്രത്യേകിച്ച് ആ യാത്ര വളരെ ഗംഭീരമായിരുന്നു. മട്ടാഞ്ചേരി യാത്ര നല്ല അടിപൊളിയായിരുന്നു. സ്പെഷ്യൽ താങ്ക്സ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ ജഡായിപ്പാറ കണ്ടു. ഞങ്ങളവിടെ ഇറങ്ങിയൊന്നുമില്ല, ഞങ്ങളവിടെ പോയിട്ടില്ല ഇതുവരെ. പിന്നെ ഞങ്ങൾ തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ട്രിവാൻഡ്രം ടു എറണാകുളം, എറണാകുളം ടു ട്രിവാൻഡ്രം ട്രിപ്പ് തീർന്നു. താങ്ക് യു.